ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1997 പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളിൽ സാമ്പത്തിക വിജയം നേടി ജെനുവിൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. 1997 ആകെ 17 ചിത്രങ്ങളാണ് സാമ്പത്തികമായി വിജയം കൈവരിച്ച് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയത്. കൂടുതൽ ചിത്രങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് 3 ഭാഗങ്ങളായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള 4 മാസങ്ങളിലെ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 97 17 വിജയ ചിത്രങ്ങളിൽ ആദ്യത്തെ 4 മാസം 7 ചിത്രങ്ങളാണ് സാമ്പത്തികമായി വിജയം കൈവരിച്ച് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. ജനുവരിയിൽ ഒരു ചിത്രമാണ് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയത്. 97 ആദ്യത്തെ ഹിറ്റ് ചിത്രമായിരുന്നു ജനുവരി 31 തിയേറ്ററുകളിലെത്തിയ ജയറാം നായകനായ കിലുകിൽ പമ്പരം. ഈ ചിത്രം തുളസീദാസ് ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ശശിധരൻ ആറാട്ടുവാടി രചന നിർവഹിച്ച ഈ ചിത്രം കോമഡി ഫാമിലി ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന ചിത്രമായിരുന്നു. വാണി വിശ്വനാഥ് ജയറാമിന്റെ നായികയായി എത്തിയ ഈ ചിത്രം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ മികച്ച പ്രതികരണമായിരുന്നു തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ 97 ആദ്യ വിജയ ചിത്രമായി മാറിയ കിലുകിൽ പമ്പരം ഹിറ്റ് സ്റ്റാറ്റസ് ആണ് നേടിയത്. ഈ ചിത്രത്തിൽ ജഗതി, ഇന്ദ്രൻസ്, മധുപാൽ, കാവേരി, ഒടുവിൽ കൃഷ്ണൻ, രാജംബിദേവ് തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രമുഖ കേന്ദ്രങ്ങളിൽ 50 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം SP വെങ്കടേഷ് ആയിരുന്നു നിർവഹിച്ചത്. ഫെബ്രുവരിയിൽ 2 ചിത്രങ്ങളായിരുന്നു ഹിറ്റ് സ്റ്റാറ്റസ് നേടിയത്. ഫെബ്രുവരിയിലെ ആദ്യത്തെ ഹിറ്റ് ചിത്രമായിരുന്നു ഫെബ്രുവരി 7 തിയേറ്ററുകളിലെത്തിയ സുരേഷ് ഗോപി നായകനായി എത്തിയ ജനാധിപത്യം. സുരേഷ് ഗോപി പോലീസ് ഓഫീസറും മുഖ്യമന്ത്രിയുമായി 2 വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം കെ മധു ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. സുനിത പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ M മണി നിർമ്മിച്ച ജനാധിപത്യം സുരേഷ് ഗോപിക്ക് ഏറെ കാലത്തിന് ശേഷം ലഭിച്ച ഒരു ഹിറ്റ് ചിത്രം കൂടിയായിരുന്നു. ഈ ചിത്രം മികച്ചൊരു പൊളിറ്റിക്കൽ ആക്ഷൻ എന്റർടൈനർ ചിത്രം കൂടിയായിരുന്നു. ഉർവശി, വാണി വിശ്വനാഥ്, ദേവൻ, ബാലചന്ദ്ര മേനോൻ, രാജൻ ബി ദേവ് തുടങ്ങി വമ്പൻ താരതമ്യമായി പുറത്തിറങ്ങിയ ഈ ചിത്രം പ്രമുഖ കേന്ദ്രങ്ങളിൽ 50 ദിവസത്തിന് മുകളിലാണ് പ്രദർശിപ്പിച്ചത്. സൂപ്പർ സ്റ്റാറ്റസ് കരസ്ഥമാക്കിയ ഈ ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കിയത് AK സാജനും AK സന്തോഷും ചേർന്നായിരുന്നു. 97 ഫെബ്രുവരിയിലെ രണ്ടാമത്തെ ഹിറ്റ് ചിത്രമായിരുന്നു ഫെബ്രുവരി 7 തന്നെ തിയേറ്ററുകളിലെത്തിയ മുകേഷ് നായകനായ മന്നാടിയാർ പെണ്ണിന് ചെങ്കോട്ട ചക്കൻ. അനിൽ ബാബു സംവിധാനം ചെയ്ത ഈ ചിത്രം കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഒരു ഫാമിലി എന്റർടൈനർ ആയിരുന്നു. AK സാജൻ, AK സന്തോഷ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ കനകയായിരുന്നു നായിക. ഇന്നസെന്റ്, കൊച്ചിൻ ഹനീഫ, സുബൈർ, ബൈജു, TP മാധവൻ, അനുഷ, കലാഭവൻ മണി, ജഗതി ശ്രീകുമാർ തുടങ്ങി നിരവധി കോമഡി താരങ്ങൾ അണിനിരുന്ന ഈ ചിത്രം കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകി. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു മന്നാടിയാർ പെണ്ണിന് ചെങ്കോട്ട ചക്കൻ. രാജസാഗർ ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് രവീന്ദ്രനായിരുന്നു. മാർച്ച് മാസത്തിൽ 2 ചിത്രങ്ങളാണ് സാമ്പത്തികമായി വിജയം കൈവരിച്ചത്. 97 അടുത്ത ഹിറ്റ് ചിത്രമായിരുന്നു മാർച്ച് 27 തിയേറ്ററുകളിലെത്തിയ കുഞ്ചാക്കോ ബോബൻ, ശാലിനി ജോഡികളുടെ അരങ്ങേറ്റ ചിത്രമായ അനിയത്തിപ്രാവ്. ആദ്യ വാരങ്ങളിൽ വളരെ തണുത്ത പ്രതികരണം മാത്രം ഉണ്ടാക്കിയിരുന്ന ഈ ഫാസിൽ ചിത്രം മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് വൻ വിജയം കരസ്ഥമാക്കിയത്. കുടുംബ പ്രേക്ഷകരുടെയും യുവതി യുവാക്കന്മാരുടെയും ഗംഭീരമായ പിന്തുണയും വിഷു മധ്യവേനലവധി സീസണുകളുടെ അഡ്വാൻറ്റേജും കാരണം ആദ്യ വാരങ്ങളിലെ തണുപ്പൻ പ്രതികരണം മറികടന്ന് എല്ലാ കേന്ദ്രങ്ങളിലും അഭൂതപൂർവമായ വിജയമായിരുന്നു അനിയത്തിപ്രാവ് അക്കാലത്ത് നേടിയിരുന്നത്. പ്രമുഖ കേന്ദ്രങ്ങളിൽ 150 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രം റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുമ്പോൾ മെഗാ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് ആണ് അക്കാലത്ത് നേടിയത്. തിലകൻ, ജനാർദ്ദനൻ, കൊച്ചിൻ ഹനീഫ, KPS ലളിത, ശ്രീവിദ്യ തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ സുധീഷും ഹരിശ്രീ അശോകനും കുഞ്ചാക്കോ ബോബന്റെ കൂട്ടുകാരായി ഏറെ തിളങ്ങിയിരുന്നു. ഔസേപ്പച്ചന്റെ സംഗീത സംവിധാനത്തിലൊരുങ്ങിയ അതിമനോഹരമായ ഗാനങ്ങളും അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിന്റെ വമ്പൻ വിജയത്തിന് മാറ്റുകൂട്ടുന്ന ഘടകങ്ങളിലൊന്നായി മാറി. 97 അടുത്ത ഹിറ്റ് ചിത്രമായിരുന്നു മാർച്ച് 27 തന്നെ തിയേറ്ററുകളിലെത്തിയ 84 മലയാളക്കരയിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ റീമാസ്റ്റേർഡ് വെർഷൻ. DTS ശബ്ദവിന്യാസത്തിന്റെ അകമ്പടിയോടെ കൂടുതൽ താരങ്ങളെ ഉൾപ്പെടുത്തി റീ എഡിറ്റ് ചെയ്താണ് 1997 മാർച്ച് 27 കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ
13 വർഷത്തിന് ശേഷം അക്കാലത്തെ പ്രേക്ഷകർക്കും കുട്ടികൾക്കും ഏറെ പുതുമ സമ്മാനിച്ച ഈ ചിത്രം കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ഒരേപോലെയുള്ള പിന്തുണയിൽ 3Dയുടെ വിസ്മയലോകം കാഴ്ചവെച്ച് വമ്പൻ വിജയമാണ് കരസ്ഥമാക്കിയത്. ജിജോ സംവിധാനം ചെയ്ത ഈ ചിത്രം നവോദയായിരുന്നു നിർമ്മിച്ചത്. ജഗതി, ഇന്ദ്രൻസ്, കലാഭവമണി തുടങ്ങിയവരുടെ രംഗങ്ങൾ കൂട്ടിച്ചേർത്തെടുത്ത ഈ ചിത്രം പഴയ വേർഷനും പുതിയ രംഗങ്ങളും പ്രേക്ഷകർക്ക് മികച്ച ദൃശ്യവിസ്മയം നേടിക്കൊടുക്കുന്ന രീതിയിൽ റീ എഡിറ്റ് ചെയ്തതുകൊണ്ട് തന്നെ വമ്പൻ സ്വീകാര്യതയാണ് അക്കാലത്ത് നേടിയത്. പ്രമുഖ കേന്ദ്രങ്ങളിൽ 100 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച് സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ഈ ചിത്രം ഇളയരാജയുടെ മാസ്മരിക സംഗീതം കൊണ്ടും ഏറെ ശ്രദ്ധ നേടി. 97 ഏപ്രിൽ മാസത്തിൽ 2 ചിത്രങ്ങളാണ് സാമ്പത്തികമായി വിജയം കൈവരിച്ചത്. 97 അടുത്ത ഹിറ്റ് ചിത്രമായിരുന്നു ഏപ്രിൽ 4 തിയേറ്ററുകളിലെത്തിയ മോഹൻലാലിന്റെ വർണ്ണപ്പകിട്ട്. IV ശശി സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ആക്ഷൻ ഫാമിലി എന്റർടൈനർ ആയിരുന്നു. വിഷുവിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ വർണ്ണപ്പകിട്ടിൽ മീനയായിരുന്നു നായിക. 96 റിലീസ് ചെയ്ത് വമ്പൻ പരാജയമായി മാറിയ പ്രിൻസ് എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലിന്റെ ആദ്യ മലയാള റിലീസായ വർണ്ണപ്പകിട്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രം കൂടിയായിരുന്നു. മോഹൻലാൽ ആരാധകർക്കും ന്യൂട്രൽ ഓഡിയൻസിനും മികച്ച സംതൃപ്തി നൽകിയ ഈ ചിത്രം അതുകൊണ്ട് തന്നെ വമ്പൻ ഇനീഷ്യലും മികച്ച കളക്ഷനുമായി മികച്ച വിജയമാണ് അക്കാലത്ത് നേടിയത്. പ്രമുഖ കേന്ദ്രങ്ങളിൽ 100 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച് സൂപ്പർ ഹിറ്റ് വിജയം കരസ്ഥമാക്കിയ വർണ്ണപ്പകിട്ടിൽ മധു, രാജൻ പി ദേവ്, ദിവ്യ ഉണ്ണി, ഗണേഷ് കുമാർ, ദിലീപ്, ഭാരതി വിഷ്ണുവർദ്ധൻ, ജനാർദ്ദനൻ, കസാൻ ഖാൻ, MG സോമൻ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. വിദ്യാസാഗറിന്റെ സംഗീത സംവിധാനത്തിലൊരുങ്ങിയ അതിമനോഹരമായ ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് മാറ്റുകൂട്ടി. 97 അടുത്ത ഹിറ്റ് ചിത്രമായിരുന്നു ജയറാം നായകനായ സൂപ്പർമാൻ. റാഫി മെക്കാർട്ടിന്റെ സംവിധാനത്തിലൊരുങ്ങിയ ഈ കോമഡി ഫാമിലി റിവെഞ്ച് എന്റർടൈനർ വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 4 തിയേറ്ററുകളിലെത്തിയിരുന്നത്. ശോഭന നായികയായി എത്തിയ ഈ ചിത്രത്തിൽ സിദ്ദിഖ്, ജഗദീഷ്, പറവൂർ രാമചന്ദ്രൻ, ജനാർദ്ദനൻ, ശ്രീജയ തുടങ്ങി വമ്പൻ താരനിരയുണ്ടായിരുന്നു. ജയറാമിന്റെ ആരാധക വൃന്ദമായ കുടുംബ പ്രേക്ഷകരുടെ മികച്ച പിന്തുണ നേടിയ ഈ ചിത്രം വിഷു മധ്യവേനലവധി സീസണിന്റെ അഡ്വാൻറ്റേജ് കാരണം മികച്ച വിജയമാണ് അക്കാലത്ത് നേടിയത്. 3 വമ്പൻ വിജയ ചിത്രങ്ങളുടെ ഇടയിൽ റിലീസ് ചെയ്തുകൊണ്ട് തന്നെ സൂപ്പർമാന് വേണ്ട രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ ലഭിച്ചില്ല. എന്നിരുന്നാലും തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയ സൂപ്പർമാൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രം കൂടിയായിരുന്നു. റാഫി മെക്കാർട്ടിൻ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം SP വെങ്കടേഷ് ആയിരുന്നു നിർവഹിച്ചത്. ആകെ സമ്മറി നോക്കുമ്പോൾ 97 ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ 21 ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത്. അതിൽ 7 ചിത്രങ്ങളാണ് സാമ്പത്തികമായി വിജയം കൈവരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ 4 മാസങ്ങളിലെ സക്സസ് റേഷ്യോ 33% ആണ്. ഇത്രയുമാണ് 1997 ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ സാമ്പത്തിക വിജയം കൈവരിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. അടുത്ത വീഡിയോയിൽ 97 മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള 4 മാസങ്ങളിൽ വിജയം കൈവരിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.